ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിന്റെ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ഇനി നമുക്ക് എടുക്കാനുള്ള യൂണിറ്റ് 3 ഹൗ മെനി നമ്പേഴ്സ്, എത്ര നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ പുതിയൊരു യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പൊ ഇതിന് മുന്നുള്ള എല്ലാ യൂണിറ്റും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആവശ്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കി നോക്കാം. നമ്പേഴ്സിനെ കുറിച്ചിട്ടാണ് ഈ ലെസണിൽ പഠിക്കുന്നത്. മിത്ര and friends start their study tour today. They are going to എറണാകുളം by train. അപ്പൊ എന്താണ്, മിത്രന്റെ ഫ്രണ്ട്സും സ്റ്റഡി ടൂർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവർ എറണാകുളത്തേക്ക് ട്രെയിനിലാണ് പോകുന്നത്. At the railway station, see the notes and coins given to buy tickets for the train journey. How many money was given in all? അപ്പോൾ ട്രെയിൻ ജേർണിയിൽ ആവശ്യമുള്ള ടിക്കറ്റിന്റെ പൈസയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് എത്രയാണ്? 500 പ്ലസ് 500 എത്രയാണ്? നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5 6 500 അല്ലേ? 500 500 500 500 500 500 1 2 3 4 5 6 6 നമ്മൾ 0 ഇറക്കിട്ടു. 5 പ്ലസ് 5 10, 10 പ്ലസ് 5 15, 15 പ്ലസ് 5 20, 20 പ്ലസ് 5 25, 25 പ്ലസ് 5 30. അപ്പൊ ഇത് ടോട്ടൽ എത്ര രൂപ ഉണ്ട്? 3000 രൂപ, 3000 റുപ്പീസ് ഉണ്ട്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ 100 നമുക്ക് എണ്ണി നോക്കാം. ഇത് മറ്റിച്ചു എണ്ണാം. 500 പ്ലസ് 500 1000, 1000 പ്ലസ് 500 1500, 1500 പ്ലസ് 500 2000, 2000 പ്ലസ് 500 2500, 2500 പ്ലസ് 500 3000. അപ്പൊ ഇതുപോലെ നമുക്ക് ഇതൊന്ന് എണ്ണി നോക്കാം. 100, അപ്പൊ 2 100 ആകുമ്പോ എത്ര? 200, 300, 400, 500, 600, 700, 800, 900, 1000. 1000 കഴിഞ്ഞാൽ പിന്നെ എത്രയാണ്? 1100, 1200 എത്രയാണ്? 1200 അഥവാ 1200. ഇനി ഇത് എത്ര? 10, 20, 30, 40, 50, 60, 70, 80, 90, 20, 21, 22. അപ്പൊ ഇത് എത്രയാണ്? 22 നോട്ട്സ് ആണുള്ളത്. അപ്പൊ 10 പ്ലസ് 20 ആയി 30, 40, 50, 60, 70, 80, 90, 100, 110, 120. ഇനി ഇത് എത്രയാണ്? 1 രൂപ, 2 രൂപ, 3 രൂപ, 4 രൂപ. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് ടോട്ടൽ എമൗണ്ട് എത്രയാണ്? ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3000 പ്ലസ് 1200 പ്ലസ് 120, 120 പ്ലസ് 4. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 4 ഇറക്കിട്ടു, 2 ഇറക്കിട്ടു. 2 പ്ലസ് 1 3, 3 പ്ലസ് 1 4. അപ്പൊ ടോട്ടൽ എത്രയാണ്? 4000. കുട്ടികാരിന്റെ കൂടെ പറയണേ, 4324 ആണ് ടോട്ടൽ വരുന്നത്. നമുക്ക് അടുത്തത് നോക്കാം. ടൂറിസ്റ്റ് സെന്റർ. See a board at the railway station. It gives the distances from Ernakulam to various tourist centers. അപ്പോൾ എറണാകുളത്ത് നിന്ന് പല ടൂറിസ്റ്റ് സെന്റേഴ്സിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹിൽ പാലസിലേക്ക് 11 കിലോമീറ്റർ, അങ്ങനെ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ which is the farthest tourist center? ഏതാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ദൂരം കൂടുതൽ എവിടേക്കാണ്? ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? അങ്ങോട്ടായിരിക്കും ദൂരം കൂടുതൽ. അത് ഏതാണ്? റെഡ് ഫോർട്ട് ആണ്, 2592. അപ്പൊ ഇവിടെ നമുക്ക് എഴുതാം എന്ത്? റെഡ് ഫോർട്ട്. ഓക്കെ, ഇനി അടുത്തത് നിയറസ്റ്റ്, അതായത് ഏറ്റവും അടുത്ത ആരാ കിടക്കുന്നത്? നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഏതാണ്? ഹിൽ പാലസ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എഴുതാം ഹിൽ പാലസ്. Okay, arrange these
in the order from the farthest to the nearest. അപ്പോൾ ഇത് നമുക്ക് അറേഞ്ച് ചെയ്യണം. ആ farthest ഏറ്റവും ദൂരം കൂടിയത് വേണം നമ്മൾ ആദ്യം എഴുതാണ്. പിന്നെ എന്ത് ചെയ്യണം? ഏറ്റവും ദൂരം കുറഞ്ഞത്. അപ്പൊ ആദ്യം ഇതിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? റെഡ് ഫോർട്ട് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം റെഡ് ഫോർട്ട്. അപ്പൊ റെഡ് ഫോർട്ടിന്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് എത്രയാണ്? 2592. ഓക്കെ അല്ലേ? ഇനി അപ്പൊ റെഡ് ഫോർട്ട് കഴിഞ്ഞു. പിന്നെ ഏറ്റവും കൂടുതൽ ഏതാന്ന് നോക്കിയേ? 2424. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം താജ്മഹൽ എത്രയാണ്? 2424. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പിന്നെ എന്ത് എഴുതാൻ പറ്റും? പിന്നെ നമുക്ക് ഹൈദരാബാദ് ഫിലിം സിറ്റി എഴുതാം. ഹൈദരാബാദ്. അപ്പൊ ബാക്കി ഫിലിം സിറ്റി കൂട്ടുകാരെ എഴുതാം. ഇനി അപ്പൊ നമുക്കത് എത്ര എഴുതാൻ പറ്റും? 1112. 1112 എന്ന് നമുക്ക് എഴുതാം. അടുത്തത് നമുക്ക് എന്ത് എഴുതാം? അടുത്തത് പിന്നെ ഏതാ നോക്കിയേ? ഗോവയാണ് അല്ലേ? ഗോവ എത്രയാണ്? 744. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എഴുതാം മൈസൂര് 385. ഇനി നമുക്ക് എന്ത് എഴുതാൻ പറ്റുക? മൈസൂര് കഴിഞ്ഞാൽ നമുക്ക് കന്യാകുമാരി എഴുതാം. കന്യാകുമാരി 307 കിലോമീറ്റർ. പിന്നെന്താ ലാസ്റ്റ് വൺ? ഹിൽ പാലസ്. അതെത്രയാണ്? ഹിൽ പാലസ് അത് 11 കിലോമീറ്റർ. അപ്പൊ ആദ്യം ഏറ്റവും വലിയ സംഖ്യ ഏതാന്ന് നോക്കുക, എന്നിട്ട് അത് എഴുതുക. ഓക്കെ, അങ്ങനെ എഴുതിയിട്ട് ലാസ്റ്റ് ഏറ്റവും ചെറുതിലേക്ക് എത്തണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ ആക്ടിവിറ്റി നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്തത് നോക്കാം, കാസൽ. അപ്പൊ അടുത്ത ആക്ടിവിറ്റി എന്താന്ന് നോക്കി നോക്കാം. ലെറ്റ്സ് ഗോ ടു ദ അതർ സൈഡ്, ദർ ഈസ് എ റാമ്പ്. അപ്പൊ എന്താണ് ഒരു കുട്ടി പറയുന്നുണ്ട്, ടീച്ചറാണ് പറയുന്നത്, നമുക്ക് എന്ത് ചെയ്യാം? വേറെ സൈഡിലേക്ക് പോവാം. അപ്പൊ ഇത് സ്റ്റെപ്പാണ്, അവിടെ എന്തുണ്ട്? റാമ്പ് ഉണ്ട് എന്ന് പറയാണ്. നമുക്ക് നോക്കി നോക്കാം. Children are waiting in a line to enter the castle. അപ്പൊ ഈ കാസലിലേക്ക് കയറാൻ വേണ്ടി കുട്ടികൾ എല്ലാവരും ലൈൻ ആയിട്ട് നിൽക്കുന്നുണ്ട്. The tickets have consecutive numbers. അപ്പൊ അവരുടെ ടിക്കറ്റ് എന്താണ്? കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ്. മിത്ര is first in the line. അപ്പൊ ലൈനിന്റെ ഫസ്റ്റ് ആരാണെന്നാ പറയുന്നത്? മിത്രയാണ് ലൈനിന്റെ ഫസ്റ്റ്. And her number is 2986. അപ്പൊ മിത്രയുടെ നമ്പർ എത്രയാണ്? 2986 ആണ്. സാന്ദ്രന്റെ നമ്പർ എത്രയാണ്? 3010 ആണ്. അങ്ങനെയാണെങ്കിൽ from Mitra to Sandra how many children are there in the line? അപ്പൊ മിത്രയ്ക്കും സാന്ദ്രയ്ക്കും ഇടയ്ക്ക് എത്ര ആൾക്കാർ ഇനി ആ ലൈനിൽ ഉണ്ട്? ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിലാണ് ടിക്കറ്റ്സ് എന്ന് പറഞ്ഞ്. കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള നമ്പർ. അപ്പൊ 2986 മുതൽ എത്രയാണ്? 3010 വരെ എത്ര സംഖ്യ ഉണ്ട് എന്ന് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എത്ര കുട്ടികൾ ഉണ്ടെന്ന് കിട്ടും അല്ലേ? ഓക്കെ, മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ 2986 മുതൽ 3000 വരെ എത്ര കുട്ടികളുണ്ട്? അത് കിട്ടാൻ വേണ്ടി നമ്മൾ മൈനസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കിട്ടും എത്ര? 15. ദെൻ പിന്നെ 3000ൽ നിന്ന് 10 കൂട്ടാൻ പിന്നെയും എത്രയാണ്? ഒരു 10 കൂട്ടുക. അപ്പൊ ടോട്ടൽ അവിടെ എത്ര കുട്ടികളുണ്ട്? ഫ്രം മിത്ര ടു സാന്ദ്ര എത്ര കുട്ടികളുണ്ട്? there are 25 students. അപ്പൊ ഇതിന് ഇത് മൈനസ് ചെയ്താൽ മതി, or else നമ്മൾ ഇതിന് ഇത് മൈനസ് ചെയ്താൽ മതി, or else നമ്മൾ എന്ത് ചെയ്യുന്നു? 2986 എത്ര കുട്ടികൾ കൂട്ടിയാലാണ് അവിടെ അതിന്റെ ഇടയിൽ എത്ര പേരുണ്ട്? 15 പേരുണ്ട്. ഇതിന്റെയും ഇടയിൽ എത്ര പേരുണ്ട്? 10 പേരുണ്ട്. അപ്പൊ 15ഉം 10ഉം കൂടി കൂട്ടിയാൽ നമുക്ക് 25 കിട്ടും. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമുക്ക് നോക്കി നോക്കാം. അടുത്തത് എന്താ? വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഇഷാൻ ഹു സ്റ്റാൻഡ്സ് ഇൻ ഫ്രണ്ട് ഓഫ് സാൻഡ്ര?
അപ്പൊ സാൻഡ്രയുടെ മുമ്പിൽ നിൽക്കുന്ന ഇഷാന്റെ നമ്പർ എത്രയായിരിക്കും? സാൻഡ്രയുടെ മുമ്പിലാണ് ഇഷാൻ നിൽക്കുന്നത്. സാൻഡ്രയുടെ നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3010 ആണ്, 3010 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിയുടെ നമ്പർ എത്രയായിരിക്കും? ഇതിന്റെ ഒന്ന് ബാക്കിലായിരിക്കും. അപ്പൊ എത്രയാണ്? 3009 ആയിരിക്കും. കാരണം എന്താ? കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ്, അടുത്തടുത്തുള്ള നമ്പേഴ്സ് ആണ്. അപ്പൊ സാൻഡ്രയുടെ മുന്നിലാണ് ഈ കുട്ടി നിൽക്കുന്നത്, ഇഷാൻ നിൽക്കുന്നത്. അപ്പൊ സാൻഡ്രയുടെ 3010 ആണെങ്കിൽ ഇഷാന്റെ 3009 ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. അടുത്തത് എന്താ? റൈറ്റ് ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ഫ്രണ്ട് ആൻഡ് അറ്റ് ദ ബാക്ക് ഓഫ് വൺ വിത്ത് നമ്പർ 3010. അപ്പോ 3010ന്റെ ഫ്രണ്ടിലും ബാക്കിലും എത്ര പേരുണ്ട്? ഇൻ ഫ്രണ്ട് ഓഫ് 3010 വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 3009 ആണ്. At the back of 3010 is equal to 3011. അപ്പൊ എന്താ വരിക? അപ്പൊ നമുക്ക് ഇൻ ഫ്രണ്ടിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? ഇൻ ഫ്രണ്ട് 3009. അറ്റ് ദ ബാക്ക് ആണെങ്കിൽ ഏത് നമ്പറാ വരിക? 3011. 3000ന്റെ ബാക്കിൽ 3009 വരും, then ഫ്രണ്ടിൽ 3011 വരും. Starting from the number just behind 3010, what is the 20th number? അപ്പൊ 3010ന്റെ കൂടെ 20 കൂട്ടിയാൽ ആ നമ്പർ എത്രയായിരിക്കും? അപ്പൊ കൂട്ടി നോക്കിയാൽ നമുക്ക് കിട്ടും എത്രയാണ്? 3030 അഥവാ 3030. ഇനി എന്താ? റൈറ്റ് ദ നമ്പർ ഓഫ് മഞ്ജു who is the 15th in the line. അപ്പൊ എന്താണ്? മഞ്ജു എന്ന് പറയുന്നത് 15ാമത്തെയാണ്. അങ്ങനെയാണെങ്കിൽ മഞ്ജുവിന്റെ എത്രയായിരിക്കും? ഇതിന്ന് ഈ സംഖ്യയിൽ നിന്ന് എന്താ 15 കൂട്ടിയപ്പോഴാണ് നമുക്ക് 3000 കിട്ടിയത്. അപ്പൊ എന്താണ്? 15 ഇവിടെയും കൂട്ടിയിട്ടുള്ളത്. അപ്പൊ ആ നമ്പർ എത്രയായിരിക്കും? 3000 ആയിരിക്കും. Write the numbers from 2986 to 3010 in order. എന്താണ്? 2986 മുതൽ 3010 വരെയുള്ള നമ്പേഴ്സ് എന്ത് ചെയ്യണം? ഓർഡർ ആയിട്ട് എഴുതണം. അപ്പൊ നമുക്ക് എഴുതി നോക്കാം. ഇതാണ് 2986. അത് കഴിഞ്ഞ് 2987, 2988, 2989, 2989 കഴിഞ്ഞാൽ 90, 2991, ഓക്കെ. അത് കഴിഞ്ഞ് 2992, 2993, 2994, 2995, 2996, 2997, 2997, 2998, 2999, 3000, 3001, 3002, 3003, 3004, 3005, 3006, 3007, 3008, 3009, 3010. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ നമ്പേഴ്സ് എഴുതേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കി നോക്കാം. വാട്ടർ മെട്രോ. വാട്ടർ മെട്രോ. അപ്പൊ നമുക്ക് നോക്കി നോക്കാം എന്താണ് വാട്ടർ മെട്രോയിൽ പറയുന്നതെന്ന്. ആഫ്റ്റർ സീയിങ് ദ കാസിൽ ചിൽഡ്രൻ ഗോട്ട് ഇൻ ടു ദ വാട്ടർ മെട്രോ. അപ്പൊ കാസിൽ കഴിഞ്ഞതിന്റെ ശേഷം കുട്ടികൾ പിന്നീട് പോയിട്ടുള്ളത് വാട്ടർ മെട്രോക്കാണ്. ദോസ് ഇൻ ദ വാട്ടർ മെട്രോ ഗോട്ട് ഫുഡ് കൂപ്പൺസ്. അപ്പോ വാട്ടർ മെട്രോയിലുള്ള എല്ലാവർക്കും എന്ത് കിട്ടി? ഫുഡ് കൂപ്പൺസ് കിട്ടി.
അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. Those in Mitra's group got coupons numbers between 800 and 8,000 and 9,000. അപ്പോൾ മിത്രയുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് കൂപ്പൺ കിട്ടിയതിന്റെ നമ്പർ എന്ന് പറയുന്നത് 8,000-ന്റെയും 9,000-ന്റെയും ഇടയിലാണ്. And the sum of the digits of each number was 10. എന്താണ് സം ഓഫ് ദി ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 10 ആണ്. സം ഓഫ് ദി ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 1 2 3 എന്ന് പറഞ്ഞാൽ സം ഓഫ് ദി ഡിജിറ്റ് എത്രയാണ്? 1 + 2 + 3 ആണ്. ഓക്കെ, അപ്പൊ അതിങ്ങനെ കൂട്ടിയാൽ 10 കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? അപ്പൊ 8,000 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 8,000 കൂട്ടിയപ്പോ എന്താണ് കിട്ടുക? ഓക്കെ, ഇത് കൂട്ടിയ 8 + 0 + 0 + 0 എത്രയാണ്? 8 ആണ്. അങ്ങനെയാണെങ്കിൽ 8 + 0 + 0 + 1 അപ്പൊ നമുക്ക് എത്ര കിട്ടും? 9 കിട്ടും. അപ്പൊ 9 ഇതെന്ന് പറയുന്നത് എത്രയാണ്? 8,001 ആണ്. അങ്ങനെയാണെങ്കിൽ 8,002 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 10 കിട്ടും. 8 + 2 10. അപ്പൊ നമുക്ക് ഒരു സംഖ്യ കിട്ടി. എത്ര? 8,002. ഓക്കെ, അപ്പൊ ഇനി അതുപോലെ നമുക്ക് എഴുതുമ്പോ ബാക്കിയുള്ള സംഖ്യകൾ നമുക്ക് എഴുതാം. 8,011, 8 + 1 9, 9 + 1 10. ഇനി നമുക്ക് അടുത്തത് എന്ത് എഴുതാം? 8,020, 8,101, 8,110, 8,200. അപ്പൊ ഇതിന്റെ ഒക്കെ എന്താണ്? സം ഓഫ് ദി ഡിജിറ്റ് എന്ന് പറഞ്ഞാല് 10 ആണ്. ഓക്കെ അല്ലേ? ഇനി എന്താ? ഇനി how many numbers are there between 7,000 and 8,000 with the sum of digits 10? Write them in your notebook. അപ്പോൾ ഒരു ആക്ടിവിറ്റി ആണ്. എന്ത്? എത്ര നമ്പേഴ്സ് ഉണ്ട് 7,000-ന്റെയും 8,000-ന്റെയും ഇടക്ക് സം 10 കിട്ടുന്ന, സം എത്ര കിട്ടണം? ഇങ്ങനെ കൂട്ടിയാൽ 10 കിട്ടുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട്? അപ്പോ 700-ന്റെ സം 7 ആണ്. അപ്പൊ 701-ന്റെ 8, 702-ന്റെ 9. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 703. അപ്പൊ നമുക്ക് ഇതൊക്കെ വെട്ടാം. അപ്പൊ ആദ്യത്തെ നമ്പർ എത്രയാ? 703-യുടെ സം എന്ന് പറയുന്നത് എത്രയാണ്? 7 + 3 10 ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് 712 എഴുതാം, 721 എഴുതാം, 730 എഴുതാം, 7,102 എഴുതാം, 7,111 എഴുതാം, 7,102 എഴുതാം, 7,201 എഴുതാം, 7,300 എഴുതാം. അപ്പൊ 1 2 3 4 5 6 7 8 എത്ര നമ്പേഴ്സ് ഉണ്ട്? 8 നമ്പേഴ്സ് ഉണ്ട്. പിന്നെ കൂടുതൽ ഉണ്ടാവുമെങ്കിൽ അത് എഴുതാം. 8 കിട്ടുള്ള കൂട്ടുകാരെന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. അപ്പൊ സം ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓരോ ഡിജിറ്റ് എടുത്ത് സം ചെയ്താൽ നമുക്ക് ആ പറയുന്ന സംഖ്യ കിട്ടണം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. എക്സിബിഷൻ. Those visiting the exhibition in children's park are giving prize coupon. അപ്പോൾ എക്സിബിഷൻക്ക് പോയവർക്കൊക്കെ എന്ത് കൊടുക്കുന്നുണ്ട്? പ്രൈസ് കൂപ്പൺസ് കൊടുക്കുന്നുണ്ട്. The winning numbers are chosen by drawing lots. അപ്പോൾ എന്താണ്? ലോട്ട്സ് എടുത്തിട്ടാണ് വിന്നിങ് നമ്പേഴ്സ് ചൂസ് ചെയ്യുക. Children are waiting before the screen showing the winning numbers. അപ്പോൾ ഈ സ്ക്രീനിൽ വിന്നിങ് നമ്പേഴ്സ് ഷോ ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ എന്താണ്? ഈ കുട്ടികളൊക്കെ നല്ല എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. റൈറ്റ് നമ്പേഴ്സ് displayed the wheel stop at each position. അപ്പൊ ഇത് എത്രയാണ്? ones 100, ones tens 100, 1000 10,000. അപ്പൊ നമ്മളിവിടെ 10,000 എന്ന് എഴുതി. ഇനി ഇത് എത്രയാണ്? ones tens 100, 1000 10,000. അപ്പൊ ഇത് എത്രയാണ്? 11,000 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം 11,000. ഇനി ഇത് എത്രയാണ്? ones tens 100, 1000 10,000. അപ്പൊ ഇത് എത്രയാണ്? നമുക്ക് എഴുതാം 1 1 1 1 1 1 1 0.
ഇത് എത്രയാണ്? 11,100 ഇവിടെ എഴുതുന്നുണ്ട് 110 ആണ്. ഇനി ഇത് എത്രയായിരിക്കും? 1111 അതെത്രയാണ്? 11,100 വരെ സെയിം ആണ്. 100 പിന്നെ എത്രയാണ്? 11 ആണ്. അപ്പൊ ഇവിടെ വേണമെങ്കിൽ ആൻഡ് ചേർക്കാം, പക്ഷെ ഇത് കമ്പൽസറി അല്ല. വേണമെങ്കിൽ ചേർത്താൽ മതി, ചേർത്തില്ലെങ്കിലും പ്രശ്നമില്ല. ഓക്കെ, ഇനി എന്താണ്? പ്രൈസ് ഫോർ ദ നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ദ നമ്പർ വിത്ത് ദ സം ഓഫ് ഡിജിറ്റ്സ് 5. അപ്പൊ എന്താണ്? ഇപ്പൊ ഇങ്ങനെയുള്ള നമ്പേഴ്സിൽ സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ ഇതിന്റെ സം ഓഫ് ഡിജിറ്റ് 2 ആണ്, ഇതിന്റെ സം ഓഫ് ഡിജിറ്റ് 4 ആണ്, ഇതിന്റെ സം ഓഫ് ഡിജിറ്റ് എത്രയാണ്? 1 + 2 + 3 1 + 1 + 1 + 1 + 1 1 2 3 4 5 ones ആണ്. അപ്പൊ സം ഓഫ് ഡിജിറ്റ് 5 ആണ്. അപ്പൊ നമ്മുടെ വിന്നിംഗ് നമ്പർ എത്രയാണ്? 11,111 ആണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഹൗ മെനി 4 ഡിജിറ്റ് നമ്പേഴ്സ് എന്നാണ്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ഹൗ മെനി 4 ഡിജിറ്റ് നമ്പേഴ്സ് ക്യാൻ ബി മെയ്ഡ് വിത്ത് ജസ്റ്റ് ദ 2 ഡിജിറ്റ്സ് 9 0. അപ്പോൾ 9ഉം 0യും വെച്ചിട്ട് എത്ര 4 ഡിജിറ്റ് നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? ഇത്രയൊക്കെയാണ്. നമുക്ക് എഴുതി നോക്കാം. 9009 എഴുതാം, 9019 എഴുതാം, പിന്നെ എന്തൊക്കെ എഴുതാം? 9099 എഴുതാം, പിന്നെ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? 9900 എഴുതാം, 9909 എഴുതാം, 9990 എഴുതാം, 9990. ഓക്കെ, അപ്പൊ ഇനി എഴുതാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പൊ ഇത്രയും എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും നമ്പേഴ്സ് നമുക്ക് എഴുതാനായിട്ട് പറ്റും. റൈറ്റ് ദം ഇൻ ദ ഓർഡർ ഫ്രം ദ ലാർജസ്റ്റ് ടു ദ സ്മോളസ്റ്റ്. അപ്പോൾ എന്താണ്? വലുതിൽ നിന്ന് ചെറുതിലേക്ക്, ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് ആണ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ എന്താ തന്നിക്കുന്നത് നോക്കണം. അപ്പൊ ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് ഏതാണ്? നോക്കി നോക്കൂ. ഏറ്റവും ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 9990 ആണ്. പിന്നെ നമുക്ക് 9909 എഴുതാം. ദെൻ പിന്നെ നമുക്ക് 9900 എഴുതാം. ദെൻ അത് കഴിഞ്ഞാൽ നമുക്ക് 90,099 എഴുതാം. ദെൻ നമുക്ക് പിന്നെ എഴുതാൻ പറ്റുന്നത് ഏതാ? നോക്കി നോക്കൂ. 9019 എഴുതാം, പിന്നെ നമുക്ക് 9000 എഴുതാം. ഓക്കെ, അപ്പൊ 9ഉം 0യും ഇൻക്ലൂഡ് ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 999 ഒക്കെ എഴുതാം, പക്ഷെ അതിൽ 0 വരില്ല. അപ്പൊ രണ്ടും കൂടി ഇൻക്ലൂഡ് ആയിട്ട് വേണം എഴുതാന്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. റൈറ്റ് ദ നമ്പേഴ്സ് as shown from for the first. അപ്പൊ 5400 400s 310 2 ones നമ്മൾ ഇങ്ങനെ എഴുതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് 5400ഉം 32 onesഉം നമുക്ക് എന്തെഴുതാം? നമുക്ക് നോക്കി നോക്കാം. 5400 എന്താണ് നോക്കി നോക്കൂ. 5400 എന്ന് വെച്ചാൽ എങ്ങനെ എഴുതാൻ നമുക്ക് പറ്റും? 5400 എന്ന് പറഞ്ഞാൽ 5000ഉം 400ഉം 32 onesഉം ആണ്. അപ്പൊ 32 ones എന്ന് പറഞ്ഞാൽ 13 പിന്നെ ഒരു 2. ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. 2 ഇറക്കിട്ടു, 3 ഇറക്കിട്ടു, 4 ഇറക്കിട്ടു, 5 ഇറക്കിട്ടു. അപ്പൊ അതും ഈ സെയിം ആണ് വരിക. 5432. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് എന്താണ്? 55 നെക്സ്റ്റ് എന്ന് പറഞ്ഞത് എത്രയാണ് നോക്കി നോക്ക്. 543 10സും 2 onesഉം ആണ്. അപ്പൊ അത് എത്രയാണ്? 5000. പിന്നെ എത്രയാണ്? 430 പിന്നെ ഒരു 2. അപ്പൊ അതും എത്ര കിട്ടും? ഈ സെയിം കിട്ടും. 5432 ones ആണ്. അപ്പൊ ഇവിടെ 2. ഓക്കെ, 543
5432 കിട്ടും. അപ്പൊ ഈ വൺസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇത് വെറും വൺസ് ആണ്. അപ്പൊ അത് നമുക്ക് സെയിം 5432 കിട്ടി. ദെൻ ഇനി അടുത്തത് നോക്കൂ, 8200s ആണ്. 8200s എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8000 പ്ലസ് 200 ആണ്. 2 ഇറക്കി 0 ഇറക്കിട്ടു 0 ഇറക്കിട്ടു 2 ഇറക്കിട്ടു 8 ഇറക്കിട്ടു. അപ്പൊ എത്ര കിട്ടി? 8200. ഇനി 810 ടെൻസ് ആണെങ്കിലോ അപ്പോഴും നമുക്ക് 8200 കിട്ടും. വൺസ് ആണെങ്കിൽ പിന്നെ നമുക്കറിയാം അതും എത്ര കിട്ടും? 8200 കിട്ടും. അങ്ങനെയാണെങ്കിൽ 7104 നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. അപ്പൊ അത് എത്ര തൗസൻഡ്സ് വരും? 7000s വരും, 100 വരും, 0 tens വരും, 4 ones വരും. ഓക്കെ അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ എത്ര ഹൺഡ്രഡ്സ് വരും? 71 hundreds വരും, 4 ones വരും, then 7. അപ്പൊ അങ്ങനെ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 7104 കിട്ടും. ഇനി നെക്സ്റ്റ് ആണെങ്കിലോ എത്ര തൗസൻഡ്സും വൺസും വരും? 7000s വരും. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. 7000 എന്ന് പറഞ്ഞപ്പോ ഇതാണ്. പിന്നെ എത്ര ഉണ്ട്? 104 ഉണ്ട്. അപ്പൊ 104 വൺസ് വരും. അപ്പൊ ഇങ്ങനെ എഴുതി നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. then അടുത്തത് നോക്കൂ, 7000 ആയി. ഇനി എത്ര ടെൻസ് നമുക്ക് വെക്കാൻ പറ്റും? നമുക്ക് എത്ര ടെൻസ് വെക്കാം? 10 tens വെക്കാം അല്ലെ? 10 tens വെച്ചാൽ എത്ര? 100 കൂടി കൂടും. 100 ആയി. പിന്നെ നമുക്കൊരു 4 കൂടി ചേർക്കാം. അപ്പോഴല്ലേ സെറ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ എത്രയാണ്? 4 ones വെക്കുക. അപ്പൊ ഇങ്ങനെ എങ്ങനെയാണ് ശരിയാവുക നോക്കിയിട്ട് അങ്ങനെ എഴുതാം. then നെക്സ്റ്റ് നമുക്ക് നോക്കാം നമ്പർ വീൽ. നമ്പർ വീൽ എന്താ നോക്കി നോക്കിയാലോ. fill up the blanks in the number wheel. അപ്പൊ ഈ നമ്പർ വീല് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പൊ സെന്ററിൽ നമുക്കൊരു ഡിജിറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഏതാണ് ആ ഡിജിറ്റ്? നോക്കൂ, 5633 ആണ്. അപ്പൊ ഇതിൽ ഓരോന്നിലും നമ്മൾ എഴുതണം. അപ്പൊ 5633 എത്ര വൺസ് ആണെന്ന് ചോദിച്ചാൽ എത്ര എഴുതാം? ഈ സെയിം തന്നെ അല്ലേ? 5633 നമ്മൾ അതുപോലെ എഴുതി. ഇതിൽ എത്ര ഹൺഡ്രഡ്സ് ഉണ്ടായിരിക്കും? 56 ഹൺഡ്രഡ്സും 33 വൺസും ആണ് ഉണ്ടാവുക. ഇനി 5000 ആണ്. അപ്പൊ ഇനി എത്രയാണ്? 600. 310 എത്ര വണ്ണാണ്? 3 ones. ഇനി അടുത്തത് 1000ഉം 100ഉം 1 മാത്രമേ ഉള്ളൂ. അപ്പൊ ആസ് യൂഷ്വൽ 5000 ആയി, പിന്നെ 600 ആയി, പിന്നെ എത്ര വൺസ് വേണം? 33 വൺസ് വേണം. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നോക്കൂ, ടെൻസ് ആണ്. ടെൻസ് നോക്കുമ്പോ എത്രയാണ്? 560 ടെൻസും then എത്ര വൺസും വേണം? 33 വൺസും വേണം. then അടുത്തത് 5600. then എത്ര 10 വേണം? 310. 3 ones. ഇനി നമുക്ക് 1000ഉം 10ഉം 1ഉം മാത്രമേ ഉള്ളൂ. അപ്പൊ 5063 10ഉം 3 ones. ഇനി അടുത്ത് നമുക്ക് എഴുതാം 5000 ആയി. അപ്പൊ 5000 ആയി. ഇനി എത്ര എണ്ണം വേണം? 633. അപ്പൊ 633 ആയ നമുക്ക് എന്ത് കിട്ടും? അങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം സ്പ്ലിറ്റിംഗ് അപ്പ്. അപ്പൊ അടുത്ത ആക്ടിവിറ്റി എന്തോ സ്പ്ലിറ്റ് ചെയ്യാനാണ്. ഹൗ മെനി വൺസ്, ഹൗ മെനി ടെൻസ്, ഹൗ മെനി 100. 10,000 വൺസ്. അപ്പൊ എത്ര 1000 ഉണ്ട്? 10,000. 10,000s ഉണ്ട്. അപ്പം വൺസ് ആണെങ്കിലോ 10,000 വൺസ് ഉണ്ട്. ടെൻസ് ആണെങ്കിൽ 1000 ടെൻസ് ഉണ്ട്. 100. അപ്പൊ ഇതിന് പറയുന്ന ഹൗ മെനി 100 അതായത് 100 ഉണ്ടെന്ന് പറയില്ലേ? അപ്പൊ അതാണ് അപ്പൊ മേലെ കൊടുത്തിട്ടുള്ളത്. 10,000നെയാണ് നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 30,000നെ എങ്ങനെ കൊടുക്കും? എത്ര വൺസ് ഉണ്ട്? 30,000 വൺസ് ഉണ്ട്. ടെൻസ് ആണെങ്കിൽ നമുക്ക് എത്ര എഴുതാം? 1300 ടെൻസ് എന്ന് എഴുതാം. 100 ആകുമ്പോൾ പിന്നെയും ഒരു 0 കുറയും. then 1000 ആകുമ്പോൾ എന്താ? പിന്നെയും 0 കുറയും. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണ് ഇത് വരിക. അങ്ങനെയാണെങ്കിൽ നോക്കൂ, നമുക്ക് ഈ 6700 എന്ന് എഴുതാം. ഇത് എത്രയാണ്? 6700
ഹൺഡ്രഡ്സ്. ദെൻ ഇത് പിന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 6700s എന്ന് എഴുതാം. ദെൻ നമുക്ക് 670 tens എന്ന് എഴുതാം. ദെൻ 6700 എന്താണ്? വൺസ് എന്നും എഴുതാം. അങ്ങനെ പല ഫോമിൽ നമുക്ക് എഴുതാം. ദെൻ അടുത്ത ആക്ടിവിറ്റി നമുക്ക് നോക്കാം. എറണാകുളം ടു അമൃത്സർ. The table shows the stations at which a train from Ernakulam to Amritsar stop and their distance from Ernakulam. Find the first station at which the train stops after leaving Ernakulam. Write the other station distance is correct order. അപ്പോൾ എന്താണ്? സ്റ്റേഷനും കൊടുത്തിട്ടുണ്ട്, ഡിസ്റ്റൻസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് നമ്മൾ ആ ഓർഡർ എഴുതണം. അപ്പൊ ആദ്യം നമുക്ക് ഇതിൽ എന്ത് എഴുതാം? കോഴിക്കോടാണ്, അതാണ് ഏറ്റവും കുറവ്. അപ്പൊ നമുക്ക് എഴുതാം കോഴിക്കോട്. അപ്പൊ അതിന്റെ ഡിസ്റ്റൻസ് എന്താണ്? 193 കിലോമീറ്റർ. പിന്നെ അതിന്റെ വലുത് ഏതാ നോക്കി നോക്കാം. അപ്പൊ അത് നമുക്ക് കിട്ടും എന്താണ്? കാസർഗോഡാണ്. അപ്പൊ നമ്മൾ സ്റ്റേഷൻ എഴുതി കാസർഗോഡ് 368 കിലോമീറ്റർ, അഥവാ 368. പിന്നെ നമുക്ക് എഴുതാം. പിന്നെ അടുത്തത് മാംഗ്ലൂരാണ്. മാംഗ്ലൂർ എത്ര? 450 കിലോമീറ്റർ. അത് കഴിഞ്ഞാൽ പിന്നെ സൂറത്താണ്. സൂറത്ത് എത്ര? 1522 കിലോമീറ്റർ. ദെൻ സൂറത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ന്യൂഡൽഹി എഴുതാം. ന്യൂഡൽഹി എത്രയാണ്? 2643 കിലോമീറ്റർ. ദെൻ അത് കഴിഞ്ഞാൽ പിന്നെ ലുധിയാന സ്പെല്ലിംഗ് ഒക്കെ ഇതിൽ നോക്കി കറക്റ്റ് ആയിട്ട് എഴുതാം, പെട്ടെന്ന് എഴുതണ കാരണമാണ്. 2956 കിലോമീറ്റർ. ലാസ്റ്റ് വൺ ഏറ്റവും കൂടുതൽ ദൂരം എങ്ങനെയാണ്? അമൃത്സറിക്കാണ്, 3092 കിലോമീറ്റർ. ഓക്കെ അല്ലേ? ഇത് നമുക്ക് നോക്കി നോക്കാം. കണ്ടിന്യൂ ദ പാറ്റേൺ. കണ്ടിന്യൂ ചെയ്തു പോവാനാണ് അടുത്ത ആക്ടിവിറ്റി. അപ്പൊ നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് പാറ്റേൺ പോകുന്നത്. 1s, 10s, 100,000, 10,000. അപ്പൊ എന്താണ്? 10,015, 10,051, 52. അപ്പൊ അടുത്തത് എന്ത് വരും? ഇത് രണ്ടും സെയിം ആണ്. 50 മാറി 51 ആയി, 52 അപ്പൊ അടുത്തത് എന്ത് വരും? 53. ഓക്കെ, ഇത് നമുക്ക് സെയിം ആയിട്ട് തന്നെ എഴുതാം. 53 കഴിഞ്ഞാൽ 54, 54 കഴിഞ്ഞാൽ 55. അപ്പൊ ഇത് സിമ്പിൾ ആണ്, നമുക്ക് പെട്ടെന്ന് കിട്ടി. അപ്പൊ ഇനി നോക്കൂ, 110, 110. അപ്പൊ അതിലെല്ലാതും സെയിം ആണ്. അപ്പൊ നമ്മൾ ഇട്ടു 85, 86, 87. അപ്പൊ ഇത് എന്ത് വരും? 88, 89. 89 കഴിഞ്ഞാൽ പിന്നെ അടുത്ത സംഖ്യ ഏതാ നോക്കൂ? 90 ആണ്. അപ്പൊ 1 അവിടെ ഇട്ടു, 0 നമ്മൾ അതുപോലെ ഇട്ടു, 90 നമ്മൾ എടുത്ത് എഴുതാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ 90 എടുത്ത് എഴുതി. ഓക്കെ, ഇനി അടുത്തത് എന്താന്ന് വെച്ചാല് നോക്കൂ. അടുത്തത് 1s, 10s, 100,000, 10,000. 1s, 10s, 100,000, 10,000 ആണ്. അപ്പൊ അത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 1, 9, 9 ഒക്കെ സെയിം ആണ്. അപ്പൊ 1, 9, 9, 9 എഴുതി. 5, 6, 7 ആണ്. 7 കഴിഞ്ഞാൽ പിന്നെ എത്രയാണ്? 8 ആണ്. അപ്പൊ നമുക്ക് അടുത്തത് എഴുതാം. 1, 9, 9, 9. 8 കഴിഞ്ഞാൽ പിന്നെയും 9. അപ്പൊ ഇത് കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. 1, 9, 9. എത്ര 9 നോക്കൂ? 1, 2, 3, 4 9 അല്ലേ? അപ്പൊ ഇത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് എഴുതാം. +1 ചെയ്ത് നോക്കാം. അപ്പൊ ഡൗട്ടിന്റെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാം. അപ്പൊ +1 ചെയ്താൽ 9 + 1 എത്രയാണ്? 0. 10 ആണ്. 9 + 1 പിന്നെയും 0, 1 ആണ്. 9 + 1 0. മേലെ ബാക്കി വന്നിട്ട് 0 ബാക്കി 1. അപ്പൊ എത്രയാണ്? അപ്പൊ അത് കിട്ടിയ സംഖ്യ എത്രയെന്ന് വെച്ചാല് നമ്മൾ ഇവിടെ എഴുതുക. ഓക്കെ, അപ്പൊ കൺഫ്യൂഷൻ വരുമ്പോ കൂട്ടുകാർ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഇങ്ങനെ ചെയ്യണം. ഇനി ഇത് നോക്കി നോക്കൂ. നോക്കാം. 1, 2, 3,
2 0 1 2 3 4 0. അപ്പൊ ഇവിടെയാണ് ഈ സംഖ്യയാണ് ടെൻസ് പ്ലേസ് ആണ് ചേഞ്ച് ചെയ്യുന്നത്. 2 കഴിഞ്ഞു, പിന്നെ 4 വന്നു, പിന്നെ 6 വന്നു. 2 + 2 4, 4 + 2 6. അപ്പൊ 6 + 2 എത്രയായിരിക്കും? 8 ആയിരിക്കും. അപ്പൊ 1 2 3 8 0 കിട്ടും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ 1 2 4 0 0 കിട്ടി. അപ്പൊ 20 പ്ലസ് വെച്ചിട്ടാണ്. അപ്പൊ 20 കൂട്ടി പോയാൽ മതി. മനസ്സിലായില്ലേ? അതായത് 12,360 പ്ലസ് 20 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അടുത്ത സംഖ്യ കിട്ടി. ഇതന്നെയല്ല നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇനി ഇതിന്റെ കൂടെ ഒരു 20 കൂട്ടി നോക്കിയാൽ നമുക്ക് അടുത്ത സംഖ്യ കിട്ടും. 0 0 ബാക്കി 1 4 2 1. അപ്പൊ ഇനി ഒരു 20 ചേർത്താൽ 12,420 എന്ന് കിട്ടും. വാട്ട് ഐ ഫൗണ്ട്. അപ്പൊ വാട്ട് ഐ ഫൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ഇതുപോലത്തെ പാറ്റേൺസ് ഉണ്ടാക്കി എഴുതാനാണ്. അപ്പൊ നമുക്കിപ്പോ ഒരു 60,000 70,000 80,000 ഇതൊക്കെ ഒരു പാറ്റേൺ ആണ്. അങ്ങനെ എഴുതി പോവാം. 1200 1300 1400 അങ്ങനെ ഏത് പാറ്റേൺ വെച്ചിട്ടും ഇത് ചെയ്തിട്ട് നമുക്ക് ഇത് തന്നിട്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അതെല്ലാം എന്താണ്? പാറ്റേൺ ആണ്. അപ്പൊ അതുപോലെ ഏത് പാറ്റേൺ വേണമെന്ന് വെച്ചാലും കൂട്ടുകാർക്ക് എഴുതാവുന്നതാണ്. ഓക്കെ അല്ലേ? അടുത്തത് എയർപ്ലെയിൻ ആണ്. ആഫ്റ്റർ ദ ടൂർ ദേ റിട്ടേൺ ഇൻ ആൻ എയർപ്ലെയിൻ. അപ്പൊ ടൂറിന് കഴിഞ്ഞിട്ട് അവർ എയർപ്ലെയിനിലാണ് വരുന്നത്. എ സ്ക്രീൻ അറ്റ് ദ എയർപോർട്ട് ഡിസ്പ്ലേ ദ നമ്പർ ഓഫ് ഫ്ലൈറ്റ്സ് അറൈവിംഗ് ആൻഡ് ഡിപ്പാർട്ടിങ്. അപ്പൊ എത്ര നമ്പേഴ്സ് വരുന്നുണ്ട്, ഡിപ്പാർട്ട് ചെയ്യുന്നുള്ള നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫ്ലൈറ്റ് നമ്പർ ഹാസ് 4 digits. അപ്പൊ എന്താണുള്ളത്? ഫ്ലൈറ്റ് നമ്പേഴ്സിന് 4 digits ആണ് ഉള്ളത് എന്ന് പറഞ്ഞു. പിന്നെ അടുത്തത് എന്താ പറയുന്നത് നമുക്ക് നോക്കി നോക്കാം. The number formed by the digits at the 100 and 10s place is double the number formed by the digits at the 1000s and 100s place. എന്താണ്? കുറച്ച് കുഴപ്പിക്കുന്ന ചോദ്യമാണല്ലേ. നമുക്ക് വായിച്ച് തന്നെ മനസ്സിലാക്കി നോക്കാം. The number formed by the digits at the 100 place. അപ്പൊ ഇതാണ് 100 place, ഇത് 10s place, ഇത് 1s place, ഇത് 1000s place. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ എന്താണ്? Place is double the number formed by the digits at the 1000s place. അപ്പൊ 1000 placeൽ വരുന്ന സംഖ്യ 1 ആണെങ്കിൽ അതിന്റെ ഡബിൾ ആയിരിക്കും 100 പ്ലേസിൽ എന്നാണ് പറയുന്നത്. നോക്കി നോക്കാം. The number formed by the digits at the 100s place and 10s place. അപ്പൊ 10s placeന്റെ എന്താണ്? is double the number formed by the digits at the 1000 place and 100 place. അപ്പൊ 1000 പ്ലേസിൽ 1 ആണെങ്കിൽ 100 പ്ലേസിൽ 2 ആയിരിക്കും. അപ്പൊ ഈ 100 പ്ലേസിൽ ഏത് സംഖ്യയാണോ അതിന്റെ ഡബിൾ ആയിരിക്കും 10s പ്ലേസിൽ. ഓക്കെ അല്ലേ? അപ്പോൾ 1s പ്ലേസിൽ 1000 പ്ലേസിലും 100 പ്ലേസിലും ഉള്ള നമ്പേഴ്സിന്റെ, അതായത് 1000 പ്ലേസിന്റെ ഡബിൾ ആയിരിക്കും 100 പ്ലേസ്, 100 പ്ലേസിന്റെ ഡബിൾ ആയിരിക്കും 10s പ്ലേസിൽ വരിക. അടുത്തത് the number formed by the digits at the 10s place and 1s place is the double the number formed by the digits at the 100 place. അതെന്താ പറയുന്നത്? അതായത് 10s പ്ലേസിലുള്ള നമ്പറിന്റെ ഡബിൾ ആയിരിക്കും 1s പ്ലേസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫ്ലൈറ്റ് നമ്പർ ഇപ്പൊ നമുക്ക് കിട്ടി 1248 അഥവാ 1248. ഇനി നമ്മൾ പുതിയൊരു കൺസെപ്റ്റ് ആണ് റോമൻ ന്യൂമറൽസ്. എന്താണ് റോമൻ ന്യൂമറൽസ്? നോ നമ്പേഴ്സ് ഇൻ ദിസ് ക്ലോക്ക്, നമ്പേഴ്സ് there are റോമൻ ന്യൂമറൽസ്. ഇപ്പൊ നമുക്ക് 4ാം ക്ലാസ്സിൽ നമ്മൾ എങ്ങനെ എഴുതുക? നമ്മൾ ഇങ്ങനെയാണല്ലേ എഴുതാ? കൂട്ടുകാർക്ക് അറിയാം നമ്മൾ 4ാം ക്ലാസ് ഇങ്ങനെ എഴുതും, ഇവരും ഇങ്ങനെ എഴുതും. അപ്പൊ ഇതിനൊക്കെ പറയുന്ന പേരാണ് എന്ത്? റോമൻ ന്യൂമറൽസ്. അപ്പൊ റോമൻ ന്യൂമറൽസ് കൂട്ടുകാർ പഠിക്കണം. അപ്പൊ 1ന് 1, 2ക്ക് 2. അപ്പൊ 1 നമ്മൾ ഇങ്ങനെ എഴുതും, 2, 3 എങ്ങനെ എഴുതാ? 3, then 4, 5,
6 ആവുമ്പോ എന്താണ്, 6 ആവുമ്പോ ഈ വര ഇങ്ങോട്ട് വരും 6. then 7 ആവുമ്പോ എന്താ 7 2 വര 8 ഒരു വരം കൂടി കൂടും. 9 ആവുമ്പോ ഇങ്ങനെ, 10 ആവുമ്പോ വരും ഇങ്ങനെ, 11 12. അപ്പൊ ഇതാണ് എന്ത്, റോമൻ ന്യൂമറൽ സിമ്പിൾ ആണ് കൂട്ടുകാരെ പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ? ഇനി അടുത്തത് എന്താ, നമ്പർ ഇൻ അബാക്കസ്. അബാക്കസിലുള്ള നമ്പർ ആണ് സീ ദ അബാക്കസ്. അപ്പൊ ഇത് നമുക്ക് അബാക്കസ് എന്നറിയാം. 1s 10s 100 1000 10,000 ഒക്കെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് all 5 digit numbers that can be shown in the abacus using 2 beads. അപ്പൊ എന്താണ്, റൈറ്റ് all 5 digit number, എല്ലാ 5 digit numbers നമ്മൾ എഴുതണം. അതെന്താണ്, by using only 2 beads. അതായത് 2 ബീഡ് മാത്രം ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ 5 ഡിജിറ്റ് നമ്പേഴ്സും ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് കുറെ ഉണ്ടാക്കാമല്ലോ. ഒരു ബീഡ് ഇവിടെ വെച്ചിട്ട് 2 ബീഡും ഇവിടെ വെക്കാം, ഒരു ബീഡ് എടുത്തിട്ട് ഇവിടെ വെക്കാം, ഒരു ബീഡ് എടുത്തിട്ട് ഇവിടെ വെക്കാം, ഒരു ബീഡ് ഇവിടെ എടുത്ത് വെക്കാം, ഒരു ബീഡ് എടുത്ത് ഇവിടെ വെക്കാം. അപ്പൊ ഏതൊക്കെ ഉണ്ടാക്കാൻ പറ്റും, 11,000 ആക്കാം, then 11,100 ആക്കാം, 11,010 ആക്കാം, 10,001 ആക്കാം, 20,000 ആക്കാം. അപ്പൊ ഇത്രയും നമ്പേഴ്സ് നമുക്ക് ആക്കാൻ കാരണം 2 ബീഡാണുള്ളൂ. 5 ഡിജിറ്റ് ആണെങ്കിൽ ഒരു ബീഡ് ഇവിടെ എന്തായാലും വെക്കണം. ബാക്കി ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടെയും വെച്ച് നോക്കാം, ഇവിടെയും വെച്ച് നോക്കാം, ഇവിടെയും ഒക്കെ വെച്ചിട്ട് നമുക്ക് നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ നമ്പേഴ്സ് ഒക്കെ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കി. ഇനി അടുത്തത്, റൈറ്റ് ദ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് 5 digit numbers that can be made using the digit 1 to 5. അപ്പൊ 1 to 5 വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ലാർജസ്റ്റും സ്മോളസ്റ്റും 5 digit നമ്പർ. അപ്പൊ ലാർജസ്റ്റ് ഏതായിരിക്കും 1 to 5 ആദ്യം നമ്മൾ 1 മുതൽ 5 വരെയുള്ളതിൽ ഏറ്റവും വലിയ സംഖ്യ ആദ്യം എഴുതുക, പിന്നെ അടുത്ത ചെറുത്, അങ്ങനെ എഴുതി പോയാൽ നമുക്ക് എന്ത് കിട്ടും, ഏറ്റവും ലാർജസ്റ്റ് നമ്പർ കിട്ടും. അങ്ങനെയാണെങ്കിൽ സ്മോളസ്റ്റ് എന്തായിരിക്കും, ഇത് നേരെ തിരിച്ചെഴുതുക, 12,345. അതായത് ഏറ്റവും കുഞ്ഞു സംഖ്യ വേണം നമ്മൾ ആദ്യം എഴുതാന്. ഹൗ മെനി 100 ഇൻ ദ ലാർജസ്റ്റ് നമ്പർ. അപ്പൊ ഈ ലാർജസ്റ്റ് നമ്പറിൽ എത്ര 100 ഉണ്ട്, 300 ഉണ്ട്. ഹൗ മെനി 100 ഇൻ ദ സ്മോളസ്റ്റ് നമ്പർ. സ്മോളസ്റ്റ് നമ്പറിലും 100ന്റെ സ്പേസിൽ എത്ര ഉണ്ട്, 3 തന്നെയാണല്ലേ. ഇനി നമുക്ക് ലെറ്റേഴ്സ് ആക്സസിലെ ക്വസ്റ്റ്യൻസ് നോക്കി നോക്കാം. അപ്പൊ അതെന്താ പറയുന്നത്, fill up the blanks. blanks fill ചെയ്യാനാണ് 9,875. അപ്പൊ 9,800 7 10s 5 1s. ഇനി ഇത് നമുക്ക് എങ്ങനെ എഴുതാം, 6,000 ആയി. പിന്നെ നമുക്ക് 100 ഇല്ല, അപ്പൊ നമ്മൾ ഇത് ഇവിടെ എന്ത് എഴുതണം, 30 10s എഴുതണം. then 1s എത്രയാണ്, 7 ആണ്. ഇനി ഇതാവുമ്പോഴോ 1000 ഇല്ല, അപ്പൊ നമ്മൾ എത്ര എഴുതണം, 42 hundreds എഴുതണം, 42 hundreds 18 ones. ഇനി നെക്സ്റ്റ് 5,608 ആണ്. 8,000 12 10s 0 1s. then 1,600 25 ones ആണ്. അപ്പൊ എത്രയാണ്, 1,625. ഓക്കെ അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇൻ ദ നമ്പർ 6,350 the value of the digit 6 is 6,000. in each of the following numbers find the value of 3. 3യുടെ വാല്യൂ ഫൈൻഡ് ചെയ്യാനാണ്. അപ്പൊ 3 എന്താണ്, ഇവിടെ 3 ones ആണ്. ഇവിടെ ആണെങ്കിലോ 3 എന്താണ്, 30. 3 എന്താണ്, 30 എന്താണ്, 10s ആണ്. then ഇവിടെ ആണെങ്കിൽ 3 എന്താണ്, 1000 ആണ്. 3,000 ആണ്, അതായത് 1000 തന്നെ. then അടുത്തതിൽ എന്താണ്, 3 എന്താണ് അടുത്തതിൽ നോക്കൂ,
അടുത്തത് 300 ആണ്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. കഴിയാനായി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉള്ളൂ. മൂന്നാമത്തെ, the total train fare from തിരുവനന്തപുരം to എറണാകുളം is 3625. Since there is a concession from school children, only 2000 rupees was paid. How much is the concession? അപ്പൊ എന്താണ് ടോട്ടൽ ട്രെയിൻ ഫെയർ എന്ന് പറയുന്നത്? തിരുവനന്തപുരം ടു എറണാകുളം 3625 രൂപയാണ്. കൺസെഷൻ കാരണം കുട്ടികളിൽ നിന്ന് 2000 രൂപയാണ് മേടിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും കൺസെഷൻ? അത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? 3625 മൈനസ് 2000. 5 കിട്ടു, 2 കിട്ടു, 6 കിട്ടു, 1 കിട്ടു. അപ്പൊ എത്ര രൂപയാണ് കൺസെഷൻ? 1625 രൂപ. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, റൈറ്റ് ദ നമ്പേഴ്സ് ഇൻ ദ എംപ്റ്റി സെൽ. എംപ്റ്റി സെൽസിൽ നമ്പേഴ്സ് എഴുതാനാണ്. അപ്പൊ നമുക്ക് ഇതെങ്ങനെ കിട്ടി? ഇതും കൂടി എഴുതി നോക്കാം. 301 185. 5 + 1 6, 8 4 486 കിട്ടി. അപ്പൊ ഇതും കൂടി ആഡ് ചെയ്തപ്പോ ഇത് കിട്ടി. അപ്പൊ ഇവിടുത്തെ നമ്പർ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതും ആഡ് ചെയ്യണം. നമുക്ക് ചെയ്ത് നോക്കാം. 185 829. 9 + 5 എത്ര? 14. ബാക്കി 1 8 9 10 11. ബാക്കി 1 8 9 10. അപ്പൊ എത്രയാണ്? 1014. ഓക്കെ, അപ്പൊ ഇനി മേലത്തെ സംഖ്യ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതും കൂടി കൂട്ടണം. അപ്പൊ 486 പ്ലസ് 1014. 6 + 4 0. ബാക്കി 1 8 9 10. ബാക്കി 1 4 + 1 5 1. 1000 എത്രയാണ്? 1500. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. അടുത്തതിൽ ഇതും കൂടി ആഡ് ചെയ്യാം. പക്ഷെ എന്താണ്? ഇവിടുത്തെ സംഖ്യ തന്നിട്ടില്ല, പക്ഷെ ഈ സംഖ്യ തന്നിട്ടുണ്ട്. അപ്പൊ ഇതും കൂടി ആഡ് ചെയ്ത് നമുക്ക് ഇത് കിട്ടും. അപ്പൊ ഇത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ മതി. അതായത് 1000 മൈനസ് 556 ചെയ്താൽ മതി. അപ്പൊ അത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 444 കിട്ടും. അപ്പൊ നമുക്ക് ഇവിടുത്തെ സംഖ്യ കിട്ടി 444. ഓക്കെ അല്ലേ? അപ്പോ ഇവിടെയും കിട്ടി. അപ്പൊ ഇനി ഇവിടെ കാണാൻ നമുക്ക് സിമ്പിൾ ആണ്. എന്ത് ചെയ്താൽ മതി? ഇതിന്റെ കൂടെ 5 + 5 + 5 ഇത് ചെയ്താൽ മതി. അപ്പൊ 5 + 4 9 9 9. അപ്പൊ ഇവിടെ നമുക്ക് എത്ര കിട്ടി? 9 9 9. ഇനി നമുക്ക് ഇത് കിട്ടാൻ വേണ്ടി ഇതും കൂടി ആഡ് ചെയ്താൽ മതി. അതായത് 1000 + 9 9 9 9 9 9 + 1 1999. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് കൂട്ടുകാരെന്ന് പറഞ്ഞു നോക്കിക്കേ, എന്താ വരിക? നോക്കൂ, ഇതും കൂടി ആഡ് ചെയ്താൽ നമുക്ക് ഇത് കിട്ടണം. അപ്പൊ നമുക്ക് ഇത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആൻസർ പോരട്ടെ. എന്ത് ചെയ്താൽ മതി? നമ്മൾ 920 നിന്നും 618 കുറച്ചാൽ മതി അല്ലേ? അപ്പൊ 10 1 എത്ര കിട്ടി? 2 0 എത്ര? 3. അപ്പൊ നമുക്ക് കിട്ടി ഇവിടെ 302. ഇനി നമുക്ക് മേലത്തെ സംഖ്യ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് കിട്ടാൻ 743 പ്ലസ് 302 ചെയ്താൽ മതി. 3 + 2 5 4 10 1045. ഇനി മേലെ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1045 പ്ലസ് 920. 5 കിട്ടു 6 9 1 1 9 6 5. എവിടെയെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ? നമ്മൾ ആഡ് ചെയ്തതൊക്കെ ശരിയാണോ? നിങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാം? നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. റീച്ച് 8 വിത്തൗട്ട് റിപ്പീറ്റിംഗ് എനി നമ്പേഴ്സ്. ഒരു നമ്പേഴ്സിന് റിപ്പീറ്റ് ചെയ്യാണ് നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ 8 കിട്ടണം. അതായത് ഇതും കൂടി ആഡ് ചെയ്ത ഇത് കിട്ടണം. ഇതും കൂടി ആഡ് ചെയ്ത ഇത് കിട്ടണം. ദെൻ ഇതും കൂടി ആഡ് ചെയ്ത 8 കിട്ടണം. നമുക്ക് നോക്കാം. 4 1 2. 4 + 1 എത്ര? 6. 1 + 2 എത്ര? 3.
4 + 1 എത്ര? 6 അല്ലേ? 4 + 1 എത്ര? 5. 5 + 3 8. ഒരു നമ്പർ റിപ്പീറ്റ് ചെയ്തില്ല, നമുക്കാണെങ്കിൽ 8 കിട്ടും ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 27 children are standing in a line. അപ്പൊ എന്താണ്? 27 സ്റ്റുഡൻസ് ഒരു ലൈനിൽ നിൽക്കുന്നുണ്ട്. One in the middle has ticket number 4068. അപ്പൊ മിഡിൽ നിൽക്കുന്ന 27 കുട്ടികളിൽ നിന്ന് മിഡിൽ നിൽക്കുന്ന കുട്ടിയുടെ ടിക്കറ്റ് എന്ന് പറയുന്നത് 4068 ആണ്. വാട്ട് ഈസ് ദ ടിക്കറ്റ് നമ്പർ ഇൻ ദ ഫസ്റ്റ് ഇൻ ദ ലൈൻ? അങ്ങനെയാണെങ്കിൽ എന്താണ് ആദ്യം ഫസ്റ്റ് നിൽക്കുന്ന കുട്ടിയുടെ ടിക്കറ്റ് നമ്പർ എത്രയായിരിക്കും? ആൻഡ് ദാറ്റ് ഓഫ് ദ ലാസ്റ്റ് ഇൻ ദ ലൈൻ, ലാസ്റ്റത്തെ കുട്ടിയുടെ ടിക്കറ്റും എത്രയായിരിക്കും? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 27 ചിൽഡ്രൻസ് ആണ് എന്ത് ചെയ്യുന്നത്? ലൈനിൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ലൈനിലുണ്ട്. ആ ലൈനിന്റെ മിഡിലാണ് എന്ത് എന്ന് പറയുന്നത്? 4068. അപ്പൊ ഇത് കുട്ടികളെ എഴുതി നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടിക്കറ്റ് നമ്പർ എത്ര കിട്ടും? ഫസ്റ്റ് എന്ന് പറയുന്നത് 4055 കിട്ടും. ലാസ്റ്റ് എന്ന് പറയുന്നത് സിമിലർ ആയിട്ട് നമുക്ക് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് റെഫർ ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. 4081 എന്നും കിട്ടും. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആറാമത്തെയാണ് ഇവിടെ ചെയ്യുന്നത്. 10,000 is equal to how many 500? അതായത് 10,000 എന്ന് പറയുന്നത് 10,000 അതായത് 10,000 എത്ര 500നോട് ഈക്വൽ ആണ്? എത്ര 500നോടാണ് 10,000 ഈക്വൽ ആണ്? 20. 500 20 into 500 ആണ് എത്ര? 10,000. ഓക്കെ, ഇനി which of the number below is 50 ones, 50 tens and 50 hundreds taken together? അതായത് 50 onesഉം 50 tensഉം 50 hundredsഉം നമ്മൾ ഒരുമിച്ചെടുത്താൽ ഇതിലേത് സംഖ്യയാണ് വരിക? അപ്പൊ നമുക്കത് ചെയ്ത് നോക്കാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എല്ലാ ഓപ്ഷൻസും ഒരുപോലെ തന്നെ ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം 50 100. അപ്പൊ നമ്മൾ എഴുതി 50 100 എന്ന് പറഞ്ഞാൽ 5000 ആണ്. 50 tens എന്ന് പറഞ്ഞാൽ 500 ആണ്. then 50 ones 50 0 5 5 5. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? 5550. ഓപ്ഷൻ സി ആണ് എന്ത്? കറക്റ്റ് ആൻസർ. ഇനി പാറ്റേൺ കണ്ടിന്യൂ ചെയ്യാനാണ്. 40 80 85 91 98 ഒക്കെയാണ്. അപ്പൊ 40 നമ്മൾ എവിടെ ഇട്ടു? 80 85 91 80 85 91. അതിന്റെ പാറ്റേൺ നോക്കൂ. അപ്പൊ ആദ്യം 80 85 ആവാൻ 5 ആയി അല്ലേ? 5 ആയി. then 85 91 ആവാൻ എത്രയായി? 6 ആയി. 91 98 ആവാൻ 7 ആയി. അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്ത് വരും? +8 ചെയ്താൽ, അതായത് 4098 +8 ചെയ്താൽ എത്ര വരുന്നു? അതായിരിക്കും നമ്മുടെ ആൻസർ. അതാണ് എത്ര? 4000. നമുക്ക് ചെയ്ത് നോക്കാം. 8 8 16 ബാക്കി 1 9 10 ബാക്കി 1 1 4 4106. അപ്പൊ ഇവിടെ 8 ചെയ്തു. ഇനി അടുത്തത് എന്തായിരിക്കും ചെയ്യേണ്ടത്? 9 ആണ് ചെയ്യേണ്ടത്. അപ്പൊ 9 ആഡ് ചെയ്താൽ നമുക്ക് 4115 കിട്ടും. ഇനി നമുക്ക് അടുത്തത് ആഡ് ചെയ്യേണ്ടത് എന്താ? 10 ആണ്. 10 എഴുത 4125 കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ആ പാറ്റേൺ പോകുന്നത്. ഇനി നമുക്ക് 9th ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊന്നും ജസ്റ്റ് മായ്ച്ച് കളയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. How many numbers are there between 9000 and 10,000? 9000ന്റെയും 10,000ന്റെയും ഇടയ്ക്ക് എത്ര നമ്പേഴ്സ് വരുന്നുണ്ട്? എത്ര നമ്പേഴ്സ് ആണ്? ഇതിന്റെയും 9100ന്റെയും 9000ന്റെയും ഇടയിലേക്ക് എത്ര നമ്പേഴ്സ് വരുന്നുണ്ട്?
99 നമ്പേഴ്സ് വരുന്നുണ്ട്. മൈനസ് ചെയ്ത് നമുക്ക് 100 ആണ് കിട്ടുക. ഇത് -1 99 നമ്പേഴ്സ് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെയും ഇടയിൽ എത്ര എണ്ണം വരും? മൈനസ് ചെയ്ത് നമുക്ക് 500 കിട്ടും. അതേ -1 ആണ് നമ്പേഴ്സ് വരിക. അതായത് 499. അതായത് ഇതിൻ്റെയും ഇടയിൽ ഇതും കൂടി മൈനസ് ചെയ്ത 1000 കിട്ടും. 1000 -1 എന്ന് പറഞ്ഞാൽ 999 വരും. ഓക്കെ, ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 9,000? എന്താണ്? ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 9,000 and 10,000? അപ്പൊ എത്രയാണ് നമ്പേഴ്സ് എന്ന് പറയുന്നത്? 999 അതിൽ 500 ഓഡ് നമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഈവൻ നമ്പേഴ്സ് നമുക്ക് എന്താ സെയിം കൗണ്ട് തന്നെ കൊടുക്കുക, 500. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ലെസണിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.